ഈ രാജ്യം ഈ സമീപകാല ചരിത്രത്തിൽ അഭിമുഖീകരിക്കാത്ത കാണാത്ത രീതിയിലുള്ള സമരം മുഖരിതമായിട്ട് ഇന്ത്യയുടെ തെരുവോരങ്ങൾ മാറുകയാണ്. അതിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതിൽ എനിക്ക് വല്ലാത്ത ആത്മാഭിമാന ബോധമുണ്ട്. കാരണം ഞങ്ങളുടെ നേതാവ്, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കേവലം കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം നേതാവല്ല, ഇന്ത്യ മുന്നണിയുടെ മാത്രം നേതാവല്ല, സംഘപരിവാർ നയങ്ങളെ എതിർക്കുന്ന BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള മനുഷ്യരുടെ അടക്കം നേതാവായിട്ട് വളരുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളുകൾ തന്നെ ആ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് കേവലം 5.5 മണിക്കൂറേ എടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ലേ അവിടെ പോയത്? അദ്ദേഹം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയും ചുമന്നുകൊണ്ട് ആ സ്റ്റേഷന്റെ മുറ്റത്ത് പോയത്. ആ മനുഷ്യൻ ഇന്ന് ജയിക്കുമ്പോൾ, ആ മനുഷ്യൻ ഇന്ന് സാഹിൽ ലോച്ചാബിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന FIRന്റെ കോപ്പി ഇല്ലേ, അത് ആ ചെറുപ്പക്കാരന് 19കാരന് കൊടുക്കുന്ന FIRന്റെ കോപ്പി മാത്രമല്ല, ആ ചെറുപ്പക്കാരനടക്കമുള്ള ഈ രാജ്യത്തെ തലമുറയ്ക്ക് കൊടുക്കുന്ന, ഇപ്പോൾ സമരം ചെയ്യാൻ ആർജവം കാണിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും കൊടുക്കുന്ന വരുംകാല ഇന്ത്യയുടെ പ്രതീക്ഷ കൂടിയാണ് കൈമാറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് പൂർണ്ണ ആത്മാഭിമാന ബോധത്തോടെയാണ് ഞാൻ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഇരിക്കുന്നത്. എനിക്ക് ഷാബു പ്രസാദ് പറഞ്ഞതിനെ പരിഹാസമായിട്ടല്ല കാണാൻ തോന്നുന്നത്, വലിയ അംഗീകാരമായിട്ടാണ് കാണാൻ തോന്നുന്നത്. കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെ, അമിത്ഷായെ പോലെ ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവിനെ 19 ദിവസം ഉത്തരമില്ലാതെ പാർലമെന്റിന്റെ ഇടനാഴികളിൽ ഒളിവിലിരിക്കാനായിട്ട് പായിച്ചു വിട്ടത് രാഹുൽ ഗാന്ധിയുടെ ധൈര്യമാണ്, രാഹുൽ ഗാന്ധിയുടെ വാക്ശരങ്ങളാണ്. ഇന്ത്യയിലെ ഓരോ മനുഷ്യർക്കും, കർഷകർക്ക്, യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ദളിതർക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, സകല മനുഷ്യർക്കും ആക്സസ് ഉള്ള ഒരു ജനകീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വളരുമ്പോൾ സകല മനുഷ്യർക്കും ഉത്തരം കൊടുക്കാൻ പറ്റാതെ, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഓടി ഒളിക്കുന്ന നരേന്ദ്രമോദിയും 2020 ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷമുള്ള കാഴ്ചയായി മാറുമ്പോൾ വല്ലാത്ത അഭിമാനബോധം.